പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമാൻ. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ സ്റ്റാലിൻ ദാസ് തിരുവനന്തപുരം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിന് മഹത്വം. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം പറയുന്നു. വചനചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. പഴയ നിയമ ഭക്തന്മാരിൽ വളരെ അറിയപ്പെടുന്ന അനേക വ്യക്തികളിൽ ഒരാളായിട്ട് നോഹ എന്ന വ്യക്തിയെ നാം മനസ്സിലാക്കുന്നു. ആ നോഹയുടെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങളുടെ ഏകദേശ രൂപങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 9-ാമത്തെ അധ്യായം അത് ആരംഭിക്കുന്നത് ദൈവം നോഹയെ അനുഗ്രഹിച്ചു എന്നുള്ളതായ വാക്കുകളോടുകൂടെയാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളോ ആത്മീകമായ അനുഗ്രഹങ്ങളോ എന്നത് ഇവിടെ വിവക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു സത്യം നമുക്കിങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നോഹയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഏറിയ പങ്കും ആത്മീക അനുഗ്രഹങ്ങൾ തന്നെയാകണം. അനുഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം. എന്നാൽ ഈ രാവിലെ സമയം ഈ വചനഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ കേവലം ഭൗതികമായ നന്മകളുടെ അനുഗ്രഹങ്ങളുടെ പിന്നാലെ പായുന്നവരായിട്ടാകാതെ ദൈവം നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങളുടെ ആ ധന്യത ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായിത്തീരുന്ന ദൈവപൈതൽ ജീവിതത്തിൽ ധന്യരാണ് എന്ന് ഓർക്കണം. ദൈവം നോഹയെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിന് ന്യായമായ അനുഗ്രഹീത ജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ നമുക്ക് പുറകോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ആ വ്യവസ്ഥയിൽ ഒരു വേദഭാഗം കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവം നോഹയെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന് വ്യവസ്ഥയായി നാം കാണുന്നത് അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളതാണ്. ആ ദൈവത്തോടു കൂടെ നടന്നു എന്ന ആ പ്രസ്താവനയെ നമുക്ക് വേണമെങ്കിൽ ഈ നിലയിൽ സംക്ഷേപിക്കാം. ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തെ ഗൗരവമായി കണ്ടു എന്നുള്ളതാണ്. ദൈവം നോഹയെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന് പല വ്യവസ്ഥകളുണ്ടായിരുന്നു. അതിൽ ഒരു വ്യവസ്ഥ എന്ന നിലയിൽ അല്ലെങ്കിൽ ദൈവം നോഹയെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തെ ഏറ്റവും വിലയുള്ളതായി ഏറ്റവും ഗൗരവത്തോടുകൂടെ കണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദീർഘമായ വർഷങ്ങൾ ദൈവത്തോടുകൂടെ സഞ്ചരിച്ച് ജീവിച്ച മനുഷ്യൻ്റെ ധന്യമായ ജീവിതമാണ് നമുക്ക് പ്രസ്തുത ഭാഗങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചും ദൈവത്തോടുകൂടെയുള്ള ജീവിതം അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടുകൂടെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാരണം നാം അറിയുന്നത് പോലെ
കാലഘട്ടത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിത മൂല്യങ്ങൾ പലതും അവഗണിച്ച് നമ്മൾ പാലിക്കേണ്ടതും നമ്മൾ സ്വീകരിക്കേണ്ടതുമായ പലതിനെയും വേണ്ട എന്ന് വച്ച് ദൈവികമായ വിഷയങ്ങളോട് യാതൊരു നിലയിലും നീതി പുലർത്തുവാൻ കഴിയാതെ ജീവിച്ചു മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടു കൂടെയും ദൈവമുള്ളതുമായ ജീവിതം അതേറെ ധന്യമായ ജീവിതമാണ്. അതിന് വില കൊടുക്കുവാൻ, അതിനേറെ ഗൗരവത്തോടുകൂടെ കാണുവാൻ, നമ്മൾ ഗൗരവത്തോടുകൂടെ കാണുന്ന മറ്റ് പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ദൈവവുമായുള്ളതായ ജീവിതത്തെ ഏറ്റവും വിലയേറിയതായി, ഏറ്റവും ഗൗരവമായി കാണുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ആ ഗൗരവകരമായ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് നോഹയെ കാണാം. കാരണം 300 വർഷം ദൈവത്തോടു കൂടെ ജീവിച്ചു, ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു. ദൈവികമായ ആ ധന്യത തൻ്റെ ജീവിതത്തിൽ ഇടമുറിയാതെ അനുഭവിപ്പാൻ ഇടയായി തീർന്നു എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുന്നതിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിഷയത്തിലും ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തിൽ യാതൊരു മടുപ്പും നോഹയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ രാവിലെ ഈ വചനഭാഗങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഏറിയ ഗൗരവത്തോടുകൂടെ മറ്റെന്തിനേക്കാളും ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ് ധന്യമായ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ ദൈവത്തെ നമുക്ക് അധികമായി സ്നേഹിക്കാം, ദൈവത്തെ അധികമായി മാനിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ ഈ നാളുകളിലെ വിഷയങ്ങൾ നാം തിരിച്ചറിയുന്നു. അപ്പോൾ തന്നെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തെ ഏറ്റവും ഗൗരവത്തോടുകൂടെ കണ്ട് എനിക്ക് നിങ്ങൾക്കും ഇന്ന് പകലിലും മാത്രമല്ല വരും ദിവസങ്ങളിലും കർത്താവിനെ അധികമായി സ്നേഹിച്ച് ഏറ്റവും ഗൗരവകരമായ ഒരു ആത്മീക ജീവിതം, ക്രിസ്തീയ ജീവിതം ധന്യമായ നിലയിൽ നയിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ ജീവിപ്പാൻ സർവകൃപാലുവായ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം ഈ ചിന്തയിലൂടെയും മഹിമപ്പെടുമാറാകട്ടെ.